അതല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതല്ലാതെ നിയമസഭയിൽ ആരും പ്രതിരോധിക്കാനില്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തിനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. കാരണം നിലവിലുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ആ സമയത്താണ് അവിചാരിതമായിട്ട് മുത്തങ്ങ സംഭവങ്ങളും അതുപോലെ തന്നെ ശിവഗിരി സംഭവമൊക്കെ പ്രതിപാദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുത്തിരുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. പക്ഷേ മിനിഞ്ഞാന്നത് മുഖ്യമന്ത്രി ആവർത്തിച്ച സ്ഥിതിക്ക് ഇന്നലെ എ കെ ആന്റണി മറുപടി പറഞ്ഞു. അപ്പോൾ അതിലൊരു കാര്യം വ്യക്തമാണ്. മുത്തങ്ങ സംഭവത്തിൽ അന്ന് ആ വെടിവെപ്പ് നടക്കുന്ന കാലത്ത് ഞാൻ അവിടുത്തെ MP ആയിരുന്നു, KPCC പ്രസിഡന്റായിരുന്നു. ഇന്നലെ ആന്റണി പറഞ്ഞതുപോലെ മുത്തങ്ങയിലെ വന്യമൃഗ സങ്കേതങ്ങളിലൊക്കെ സായുധ കലാപത്തിന്റെ മോഡലിലാണ് അന്ന് ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ കടന്നുകയറ്റുണ്ടായത്. അങ്ങനെ വന്നപ്പോൾ മാത്രമല്ല പോലീസുകാരനെ ബന്ദിയാക്കി വെച്ച സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് പോലീസ് ആദ്യം ലാത്തിചാർജും പിന്നീട് വെടിവെപ്പും നടത്തേണ്ടി വന്നത്. അതിലാണ് ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ടത്. അപ്പം അന്ന് ഒരു സായുധ കലാപത്തിന്റെ രൂപത്തിലാണ് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. അന്നത് പ്രതിരോധിക്കാൻ UDFന്റെ നേതൃത്വത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് പോലീസ് നടപ്പാക്കിയത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ, ഞാനന്ന് സഭയിൽ അംഗമാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അഡ്വാനി അന്ന് AK എന്നീ സർക്കാർ സ്വീകരിച്ച നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. PA സംഗമയാണെന്ന് ഈ പ്രശ്നം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിന് മറുപടിയായിട്ടാണ് LK അഡ്വാനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട്, മുത്തങ്ങയിലെ വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ പറഞ്ഞത്. അപ്പോൾ അതൊരു അദ്ദേഹം പറഞ്ഞ 101% കറക്റ്റാണ്. കാരണം അന്ന് ഞാൻ MP ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഒരു സായുധ കലാപത്തിന്റെ രൂപത്തിൽ വന്നപ്പോൾ അതിനെ നേരിടാൻ ഇതല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. ശിവഗിരിയുടെ കാര്യത്തിലും AK ആന്റണി പറഞ്ഞിരുന്നു, റിപ്പോർട്ട് ഓൾറെഡി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിനകത്ത് പറയുന്നത് പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം മന്ത്രിസഭാ ഉപസമിതിക്ക് ചില വീഴ്ചകൾ പറ്റിയതും അല്ല, അത് വീഴ്ച പറ്റിയതല്ല. അതായത് ശക്തമായിട്ട് തുടക്കത്തിൽ ഇടപെട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്. അത് രണ്ട് വിഭാഗം സന്യാസിമാർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അവിടെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അത് അദ്ദേഹം ചെയ്യേണ്ട ഒരു ചുമതലയുണ്ടല്ലോ, അത് നിർവഹിച്ചതിനാണ് അത് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ആദ്യം തന്നെ ആക്ഷനിലേക്ക് പോകണം എന്ന് അന്വേഷണ കമ്മീഷൻ പറഞ്ഞത്. അന്വേഷണ കമ്മീഷന്റെ വ്യൂവിൽ അത് ശരിയായിരിക്കാം. പക്ഷെ ഒരു പൊളിറ്റിക്കൽ നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലും രണ്ട് വിഭാഗം ആളുകൾ, രണ്ടും ഒരേ വിശ്വാസികളാണ്. അതിൽ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം ജയിച്ചു, ഒരു വിഭാഗം തോറ്റു. അപ്പൊ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഒഴിവാക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായതുകൊണ്ടാണ് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനിലേക്ക് അന്ന് പോവാതിരുന്നത്. അതിനെയാണ് കമ്മീഷൻ വിമർശിച്ചത്. ആ വിമർശനം ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾ അന്ന് ഇന്നും സ്വീകരിച്ചിട്ടുള്ളത്. പരമാവധി ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് ശിവഗിരി സമരത്തിന് ആന്റണി നേരിട്ടിട്ടുള്ളത്. അല്ല, പ്രതിരോധിക്കുന്നുണ്ടല്ലോ. കാരണം മുത്തങ്ങ സംഭവത്തിന്റെ, ശിവഗിരി സംഭവത്തിലൊക്കെ UDFന്റെ സ്റ്റാൻഡാണ് ആന്റണി നടപ്പാക്കിയത്. അപ്പോൾ അതിൽ UDF അദ്ദേഹം പറയുന്ന നയങ്ങളോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ പിണറായി വിജയൻ ആയുധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ തുരുമ്പെടുത്ത ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അതിന് ഞങ്ങൾ അത്ര ഗൗരവത്തിൽ എടുക്കുന്നൊന്നുമില്ല. ജനം നോക്കുന്ന ഇന്നത്തെ അവസ്ഥയാണ്. ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പണ്ടത്തെ ചരിത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനൊന്നും ജനമധ്യത്തിൽ ഒരു അംഗീകാരവും കിട്ടാനും പോകുന്നില്ല. അല്ല, നിലവിലുള്ള സർക്കാരിനെതിരായിട്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുന്നുണ്ട്, UDF പുറത്ത് പറയുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ഷേപം ഉണ്ടായത് ആന്റണിയുടെ ഭരണകാലത്തിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായപ്പോൾ ആന്റണി മറുപടി പറഞ്ഞു. മറ്റു കാര്യങ്ങൾ ഞങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. നിയമസഭയിൽ പോലീസ് അതിക്രമം ചർച്ചയായിരുന്നു. ആ പാനൽ ലിസ്റ്റിൽ രണ്ട് ആഭ്യന്തരമന്ത്രിമാർ, മുൻ ആഭ്യന്തരമന്ത്രിമാർ ഇപ്പോഴും സഭയിലുണ്ട്. അവർ ആ പാനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ ആ ചർച്ചയിൽ ഭരണപക്ഷം സ്കോർ ചെയ്തു എന്ന് പോലും അങ്ങനെ ഒരു സ്കോർ ചെയ്തായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. മൊത്തത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാൻ കഴിഞ്ഞു.
പിന്നെ സഭയിലൊരു ബഹളം ഉണ്ടാക്കി സഭ പിരിച്ചുവിടലല്ലോ ആവശ്യം. ഞങ്ങളുടെ ശൈലി എന്ന് പറയുന്നത് സഭയിൽ ചർച്ച ചെയ്യണം, സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തണം. അത് പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിധി എഴുതേണ്ട ജനങ്ങളാണ്. ആ വിധി എഴുതുന്ന സമയത്ത് ജനങ്ങൾ വിധി എഴുതും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് പരാതിയുമായിട്ട് പോകുന്നവരെ വേണം പറയാൻ. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയക്കാരനല്ല. ഭരത്ചന്ദ്രൻ മോഡലിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. അതിന് അദ്ദേഹത്തിന് മാറാനും കഴിയില്ല. പിന്നെ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിന്റെ എല്ലാ ക്യാരക്ടറും അറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് MP ആക്കിയത്. അപ്പൊ MP ആക്കിയവരെ അനുഭവിക്കുക, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. ഇല്ല, എല്ലാ കാര്യങ്ങളും UDF ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച UDF ആണ്. പിന്നെ സഭയിൽ അദ്ദേഹം വരണോ വരണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ മിനിഞ്ഞാന്നത്തെ സംഭവത്തോടെ ഒരു കാര്യം മനസ്സിലായത്, അദ്ദേഹം ഇനി കുറച്ച് വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നും കൊണ്ടല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും ചർച്ചകൾ മുഴുവൻ. ഇപ്പൊ 2 ദിവസം പ്രതിപക്ഷത്തിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. നേരെ മറിച്ച് രാഹുൽ ഉണ്ടായതെങ്കിൽ എല്ലാവരും അതിന്റെ പേരിൽ അതിലേക്ക് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യും, മാധ്യമങ്ങളും അതിന്റെ പിന്നാലെ പോകും. ഇപ്പൊ അന്ന് നിയമസഭാ റഫറൻസിൽ അച്യുതാനന്ദനെ കുറിച്ചോ തങ്കച്ചനെ കുറിച്ചോ എന്നുള്ള വാർത്തകളല്ല വന്നത്, രാഹുൽ വന്നും പോയതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൽക്കാലം അദ്ദേഹം ഒന്ന് ശാന്തനായിട്ട് മാറി നിൽക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ, സാഹചര്യങ്ങളനുസരിച്ച് അന്ന് തീരുമാനം എടുക്കാമല്ലോ.